DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30 ചൊവ്വ. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് തീവ്രമഴ കണക്കിലെടുത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ബുധനാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം ഉണ്ടാകുന്നത് തടയാൻ ഈ മാസം ആദ്യം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജൂലൈ 1 മുതൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വിതരണ സാഹചര്യം വിലയിരുത്തിയെന്നും നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. ജൂൺ 12-നാണ് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയുള്ള പെട്രോൾ, ഡീസൽ വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കാനായിരുന്നു ഉത്തരവ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വിതരണം ഉറപ്പാക്കുന്നതിന് ഈ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നതായി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. സാഹചര്യങ്ങൾ മാറിയതോടെയാണ് ഉത്തരവ് പിൻവലിച്ചത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് തുടരുകയാണ്. പവന് ഒറ്റയടിക്ക് 1320 രൂപയാണ് കുറഞ്ഞത്. 1,02,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 165 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാമിന് 12,845 രൂപയാണ് ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, രാജ്യവ്യാപകമായുള്ള പുതിയ സെൻസസ് നടപടികളുടെ 1-ാം ഘട്ടത്തിന് തുടക്കമാവുകയാണ്. ഇതിനു മുൻപ് 2011-ലാണ് രാജ്യത്ത് വിപുലമായ രീതിയിൽ സെൻസസ് നടന്നത്. ഈ ആദ്യഘട്ടത്തിൽ പ്രധാനമായും വീടുകളെയും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും, അതായത് കെട്ടിട നമ്പർ, വീടിന്റെ ഘടന, മുറികളുടെ എണ്ണം, കുടിവെള്ളം, വെളിച്ചം, കക്കു സൗകര്യം, വാഹനങ്ങൾ, മൊബൈൽ നമ്പർ തുടങ്ങിയ 34ഓളം കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണമാണ് നടത്തുന്നത്. ഓൺലൈൻ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർക്ക് ലഭിച്ച 11-അക്ക ID ഉദ്യോഗസ്ഥർക്ക് കൈമാറിയാൽ മതിയാകും. അല്ലാത്തവരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കും. യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പായ 2-ാം ഘട്ടം പിന്നീട് നടക്കുന്നതായിരിക്കും. അടുത്തറിയിപ്പ്, ധനകാര്യ വകുപ്പ് ഫണ്ട് അനുവദിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലെത്തിയും പെൻഷൻ വിതരണം നടക്കുന്നുണ്ട്. അതേസമയം നിലവിലെ പെൻഷൻ പട്ടികയിൽ അനർഹർ കടന്നുകൂടിയത് തടയാൻ പുതിയ ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അർഹരായ ആർക്കും പെൻഷൻ നഷ്ടമാകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. നിലവിലെ ആനുകൂല്യം നിഷേധിക്കാൻ കാരണമാകുന്ന വീടിന്റെ വലിപ്പം, AC, ചെറിയ വാഹനങ്ങൾ തുടങ്ങിയ കടുപ്പമേറിയ പരിശോധനാ മാനദണ്ഡങ്ങളിൽ കാലോചിതമായ ഇളവുകൾ വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.